ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനിന്നിപ്പോൾ ലഞ്ച് ടൈം. എനിക്ക് ഉച്ചയ്ക്ക് കൂട്ടാൻ പുളിങ്കറി, കപ്പയ്ക്ക പുളിങ്കറി, പപ്പായ പുളിങ്കറി, പിന്നെ ഇത് ചീര ഉപ്പേരി കാണിച്ചു തരാം. പിന്നെ ഞാൻ പുളിങ്കറി, ഒരു കൂട്ടാനും ഒരു ഉപ്പേരിയും കാണിച്ചു തരാം ഇന്നത്തെ ലഞ്ചിൻ്റെ. ഓക്കെ, ബിഗിനേഴ്സിനൊക്കെ നോക്കി വയ്ക്കൂ. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളുത്തുള്ളി ഒരു 4 വെളുത്തുള്ളിയും റെഡ് ചില്ലിയും ഇട്ടു. അതൊന്നാവട്ടെ. അതൊന്ന് നല്ല റെഡ് ആവണ്ട. അതിന് മുമ്പായിട്ട് നമ്മൾ അരക്കീര മുറിച്ചത് ഇട്ടു. അതിന് ആവശ്യമുള്ള ഉപ്പ് കുറച്ചിട്ടാൽ മതി, കുറച്ചേ ഉള്ളൂ. ഞങ്ങൾക്കിപ്പോൾ 2 പേർക്കുള്ളതൊക്കെ. ജസ്റ്റ് വെള്ളം സ്പ്രിങ്കിൾ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ, വെള്ളം ഒഴിക്കില്ല. എന്നിട്ട് നമുക്ക് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. ജസ്റ്റ് ഇളക്കിയിട്ട് ഇത് അടച്ചു വയ്ക്കാം. നമുക്കിനി പരിപ്പ് വെന്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം പുളിങ്കറിയൊക്കെ. അടുത്ത അടുപ്പിൽ പരിപ്പ് നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഒക്കെ ഇടാൻ പോകണേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇന്നിപ്പോൾ കപ്പയ്ക്ക പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ, പപ്പാളിങ്ങ പറയും. പപ്പാളിങ്ങ കൂട്ടാനാണ് ഇന്നിപ്പോൾ പുളിങ്കറി. ഇതിപ്പോൾ മുറിച്ചിട്ട് വരാം കേട്ടോ, ഒരു ചെറിയ പീസ് മതി. പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞു. ഇനി നമുക്ക് കപ്പയ്ക്ക ഇട്ടു. പിന്നെ അതിനാവശ്യമുള്ള ഉപ്പ്. ഇതിപ്പോൾ നമ്മൾ പുളി ഒഴിച്ചിട്ട് പുളിങ്കറിയാണ് ഉണ്ടാക്കണം, അപ്പോൾ കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ ഈ ഒരു സ്പൂണിന് ഉപ്പിട്ടു. ഓക്കെ, പിന്നെ കുറച്ച് ഒരു 1/4 മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി. കുറച്ച് എരിവ് വേണ്ട, പുളിയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഒരു അതിൻ്റെ അര കാശ്മീരി ചില്ലി പൗഡർ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ഉപ്പേരിയായി. ഇനി നമ്മൾ കുറച്ച് പുളി വെച്ചിട്ടുണ്ട് കേട്ടോ പുളിങ്കറിക്ക്. അത് പുളിങ്കറിക്ക് ആവശ്യമുള്ളതാണ്. മറ്റേത് നമ്മൾ കുക്കറിൽ 4-5 വിസിൽ വരട്ടെ, എന്നിട്ട് എടുക്കാം. ഓക്കെ, ചോറായി വാർത്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇന്നലെ നമ്മൾ ചെത്തുമാങ്ങ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതും നമുക്ക് പ്ലേറ്റിൽ സെർവ് ചെയ്യാം. ഓക്കെ, കാണട്ടോ നമുക്ക്. ഓക്കെ, അരപ്പ് വേണ്ടേ? തേങ്ങ, ജീരകം, ഉള്ളി ഓപ്ഷനിലാണ് കേട്ടോ. ഉള്ളി ഇല്ലെങ്കിൽ ഈ പുളിങ്കറി നമുക്ക് 3-4 ദിവസം യൂസ് ചെയ്യാം. ഉള്ളി യൂസ് ചെയ്താൽ 2 ദിവസം കൊണ്ട് എടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ അതാ ഞാൻ ഇപ്പോൾ ഒരു ടിപ്സ് പറഞ്ഞത്. ഉള്ളി ഉണ്ടെങ്കിൽ ഒരു സ്മെല്ല് വരും അടുത്ത ദിവസം. ഓക്കെ, ആ പുതിയ ഇത് കിട്ടില്ല എന്ന് മാത്രം, പക്ഷെ എടുക്കാം. അപ്പോൾ ഉള്ളി ഓപ്ഷനിലാണ്. പിന്നെ നമ്മൾ ചട്നി അരയ്ക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടണില്ലേ, അപ്പോൾ ഉള്ളി ഇടാതെ വെറും പച്ചമുളക് ഇഞ്ചി ഇട്ട് അരച്ച് കൊടുത്തു നോക്കൂ. കട്ടിയിൽ കിടയെ വരില്ല ഉച്ചയ്ക്ക്. ഉള്ളി ഇടുമ്പോഴാണ് കേട് വരുന്നത്. ഓക്കെ ഓക്കെ, ഇതിപ്പോൾ ഞാൻ കൂട്ടാൻ വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട്, അതിപ്പോൾ കുക്കർ ചെറുതല്ലേ, അപ്പോൾ ഇതിൽ നമ്മൾ പുളി പിഴിഞ്ഞ് ഒഴിച്ചു. ഇനി ഇത് പുളി നല്ലോണം തിളയ്ക്കട്ടെ. നല്ലോണം പച്ച ചായ പോകുന്നവരെ പുളി നല്ലോണം തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ അരച്ചു കൊണ്ടുവന്നു തേങ്ങയും ജീരകവും ഉള്ളിയും. ഓക്കെ, അതുകൂടി ചേർത്ത് കരിവേപ്പില ഇട്ടാൽ നമ്മുടെ പുളിങ്കറി റെഡി. നല്ലോണം പുളി തിളച്ചു. ഇനി നമ്മുടെ അരച്ചത് കൂട്ടാം. നല്ലോണം തിളയ്ക്കട്ടെ, കരിവേപ്പില ഇട്ട് വാങ്ങാം. കരിവേപ്പില ഇട്ടിട്ട് നമുക്ക് വറുത്തിടാം. ഓക്കെ, ഒരു കഷ്ണം വെല്ലം ലാസ്റ്റിൽ. ഓക്കെ, കടുക്, ഉലുവ, നമ്മുടെ ഇട്ടമുളകും വറുത്തിടാം. ഓക്കെ, നമ്മുടെ പുളിങ്കറി റെഡി. ചോറ് വിളമ്പി, കൂട്ടാൻ പുളിങ്കറി, ഉപ്പേരി വിളമ്പി, ചീര ഉപ്പേരി, ചെത്തുമാങ്ങ അച്ചാറും. നല്ല ഒരു വെജ് ലഞ്ച്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു സോ മച്ച്.